ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇപ്പോഴത്തെ കർക്കിടകമൊക്കെ തുടങ്ങിയിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ നമ്മൾ മരുന്നും ചികിത്സകളും ഒക്കെ കൊണ്ട് എല്ലാവരും നമ്മുടെ ശരീരത്തെ നന്നായിട്ട് സംരക്ഷിക്കുന്നൊരു ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു 5 ജീരകങ്ങൾ ചേർന്ന ഒരു മരുന്നുണ്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പഞ്ചജീരകൂടത്തിന് സമാനമായ ഒരു അടിപൊളി മരുന്നുണ്ടയാണ്. ഇപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് മട്ടയരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മട്ടയരി കയ്യിലില്ലെങ്കിൽ പകരം നമ്മൾ ചോറുണ്ടാക്കുന്ന അരിയില്ലേ, അത് എടുത്താൽ മതി. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വറുത്ത് പൊടിക്കില്ലേ, അപ്പോൾ അതുപോലെ നന്നായിട്ട് പൊരിഞ്ഞ് വരണം ആ അരി. അപ്പം ഫുൾ ഫ്ലെയിം ഇട്ടിട്ട് തന്നെ നമുക്ക് വറുക്കാം. അപ്പം അത് അരി കണ്ട ഈ ഒരു വേറൊരു തരത്തിൽ ഇങ്ങനെ പൊരിഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമ്മളിതിനെ അരിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. 5 ജീരകങ്ങൾ മാത്രമല്ല, കൂടെ നമ്മൾ വേറെ ഐറ്റംസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഉലുവ, ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കുക. ഉലുവയ്ക്കൊന്ന് കളറ് മാറി ഇങ്ങനെ ഒന്ന് പൊട്ടി തുടങ്ങും, ഒക്കെ ഒന്നിങ്ങനെ പൊട്ടി തെറിക്കാൻ തുടങ്ങും. ആ ഒരു ടൈമാകുമ്പോൾ നമുക്ക് അതിനെ വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ സമയത്തൊക്കെ നിങ്ങൾ ചൂടൊന്ന് ക്രമീകരിക്കണേ. ചില സമയത്ത് പെട്ടെന്ന് ചൂടാകുമ്പോൾ അത് കരിഞ്ഞു പോകും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫ്ലെയിം നോക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകമാണ്. പെരുംജീരകം ഒരു 3 ടേബിൾ സ്പൂൺ അടുത്താണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ജീരകം ഒരു സമയത്ത് ഇങ്ങനെ പൊട്ടി തുടങ്ങാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കതിനെ ഓഫ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഉണ്ടാവും, അതിൽ കണ്ട ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജീരകവും മാറ്റി വെക്കാം. ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഫ്ലെയിം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് അയമോദകമാണ്. അയമോദകം ഒരു 2 ടേബിൾ സ്പൂണേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഈ പഞ്ചജീരകത്തിന് അയമോദകമല്ല വരുന്നത്, അയമോദകത്തിന് പകരം ശരിക്കും ഉള്ളത് കാട്ടുജീരകമാണ്. അപ്പോൾ അത് ഭയങ്കര കയ്പായത് കാരണം ഞാനതിനൊന്നും മാറ്റിയിട്ട് പകരം അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഗ്യാസിനൊക്കെ നല്ലതായതുകൊണ്ട്. അപ്പം ഇതും നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വറുത്തെടുക്കുക. അതും അതേപോലെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും, പൊട്ടി തെറിക്കാൻ തുടങ്ങും. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കതിനെ മാറ്റി വെക്കാം. ഇവർക്ക് സമയത്ത് നോക്കണം, ഒന്നിലും നമ്മൾ വെള്ളമാവാതെ നോക്കണം കേട്ടോ. വെള്ളമായി കഴിഞ്ഞാൽ അത് പൂത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, കേട് വന്നോ, നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ വറുത്തെടുക്കാം. ഇനി അടുത്തതായി നമ്മൾ ചേർക്കുന്നത് സാദാ ജീരകമാണ്. നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്ന ജീരകമല്ലേ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു 2 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. അത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഈ ജീരകവും എല്ലാ ജീരകങ്ങളും ഒക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ആ ഒരു ടൈമിലാണ് മാറ്റേണ്ടത്. ഫ്ലെയിം നിങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മളിതപ്പോൾ അതിനെ വറുത്തെടുത്തു, നമ്മളതിനെ മാറ്റി വെച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ്. എള്ളല്ല, കരിഞ്ജീരകം, കറുത്ത ജീരകം വാങ്ങാൻ കിട്ടും. 5 ജീരകത്തിലൊന്നാണിത്. അപ്പം ഇതൊരു 3 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ ഇങ്ങനെ പൊട്ടി വരും. നന്നായിട്ട് പൊട്ടി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ മാറ്റി വെക്കുക. ഇനി നമ്മൾ അടുത്ത് വറുക്കുന്നത് സാജീരകമാണ്. നമ്മൾ കേക്കിലും ബണ്ണിലൊക്കെ ഇടുന്ന ആ ഒരു ടൈപ്പ് ജീരകമല്ലേ, അതാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത്. അതൊരു 3 ടീസ്പൂണാണ് ചേർത്തത്. എന്നിട്ട് അതും ഇതേപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു കളറൊക്കെ മാറി അതൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കതിനെ മാറ്റി വെക്കാം. ഇത് 5 നമ്മൾ 5 ജീരകമായിട്ട് എടുത്തിരിക്കുന്നത്. പെരുംജീരകം, സാദാ ജീരകം, സാജീരകം, കരിഞ്ജീരകം, അയമോദകം. അയമോദകത്തിന് പകരം ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാട്ടുജീരകമാണ്. അതിന് കയ്പായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ കൂടാതെ എന്തുകൊണ്ട് നമ്മുടെ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉലുവയല്ലാതെ നമ്മളിതിലേക്ക് വേറെ ചേർക്കുന്നത് എള്ളാണ്. എള്ള ഞാൻ അതേപോലെ 3 ടീസ്പൂണാണ് യൂസ് ചെയ്തത്. അത് നമ്മുടെ ഈ ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണല്ലോ. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഇതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് നന്നായിട്ട് ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. ഈ എള്ളുമൊക്കെ ഇങ്ങനെ പൊട്ടി വരും. നന്നായിട്ട് പൊട്ടി വരുന്ന ഒരു സമയത്ത് നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം, ഒരു പിടി ബദാം അത്രേ എടുത്തിട്ടുള്ളൂ. അത് അത്യാവശ്യമൊന്നുമല്ല. ബദാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു ഇതിൻ്റെയൊക്കെ കൂടെ ആ ജീരകത്തിൻ്റെയൊക്കെ ചൊയൊന്നൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം കൊടുത്ത് അതേപോലെ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ എടുക്കുന്നത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ടും ഇതേപോലെ കുറച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ വേറെ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ.
ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്നത് നമുക്ക് ലഡു പോലെ ഉരുട്ടുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പം ബദാം ഞാൻ അതേപോലെ കുറച്ചൊന്ന് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഒന്നും ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി, നെയ്യൊന്നും ചേർക്കുന്നില്ല. നമ്മളിത് ഓയിൽ ഫ്രീ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓയിലോ നെയ്യോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ഇതേപോലെ കാഷ്യൂനട്ടും നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് അതിനൊരു ഈർപ്പുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ കേട് വരരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുന്തിരി, ഉണക്ക മുന്തിരി, അതും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എണ്ണയൊന്നും ആക്കാത്തത് കൊണ്ട് അതിങ്ങനെ ഉണ്ടയായിട്ട് വരുമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ നമുക്കതിനെ മാറ്റിയെടുക്കാം. ഇനി അതിൽ ചേർക്കുന്ന കുറച്ച് ഈന്തപ്പഴമാണ്. അപ്പോൾ അത് കുറച്ചെണ്ണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ ഒരു ഈർപ്പുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റംസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടില്ലേ 5 ജീരകങ്ങളും കുറച്ച് അരി, പിന്നെ കാഷ്യൂ, ബദാം, പിന്നെന്താണ് കരിഞ്ചീരകം, എള്ള്, ഉലുവ, ഇതൊക്കെയുള്ള ആ ഒരു ഐറ്റംസ് നമ്മളൊന്നാണ് പൊടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ജാർ എടുക്കുമ്പം തീരെ വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയ നല്ല ഉണങ്ങിയ ജാറ് വേണം നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട്, നമുക്കത് അധികം വയ്ക്കാൻ പറ്റാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഡ്രൈ ആയ ജാറിലേ ചെയ്യാവുള്ളൂ. ഇതേപോലെ നമ്മൾ ഇത് വറുത്ത് വെക്കുന്ന പാത്രങ്ങളൊക്കെ ഡ്രൈ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ഒരു പാനിലേക്ക്, ഒരു കടായിലേക്ക് തന്നെ മാറ്റാം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്നും ഓണാക്കുന്നില്ല. ഇപ്പോൾ ഞാൻ അതിൽ ജാറിൽ പറ്റി പിടിച്ചെടുക്കുന്ന അപ്പോൾ നന്നായിട്ട് അതിലേക്ക് ഇടുകയാണ്. ആ പാത്രത്തിലേക്ക് നമ്മളിട്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, ബദാം, ഈന്തപ്പഴം, ഇതൊക്കെ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഉരുക്കിയ ശർക്കരപ്പാനിയാണ് എടുക്കുന്നത്. ശർക്കര നിങ്ങൾക്ക് നേരെ പൊടിച്ചിട്ടാലും മതി. അപ്പോൾ പൊടിച്ചിടുമ്പോൾ അതിൽ അഴുക്കൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ശർക്കര നന്നായിട്ട് ഉരുക്കി അതിനെ അരിച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാനതിൽ ഒരു കപ്പാണ് ഇവിടെ എടുത്തത്. അതിലാദ്യം ഞാനൊരു അരക്കപ്പോളം ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം തമ്മിലൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ശർക്കരപ്പാനി കുറവുള്ളതുപോലെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഉരുട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ഉരുട്ടിയെടുക്കാൻ കുറച്ചുകൂടെ ഒരു നനവ് വേണമല്ലോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഒരു 1/4 കപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒക്കെ കൂടെ ഒരു 3/4 കപ്പിലും കുറച്ചും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ശർക്കര. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത് അതേപോലെ ഉരുട്ടിയെടുക്കാനാണ്. അപ്പം നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അതിനെ ഉരുളകളാക്കുക. ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ, അത്യാവശ്യം വലിയൊരു ലഡു, നമ്മളൊരു ദിവസം ഒന്ന് കഴിക്കുന്ന രീതിയിൽ ആണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ വാങ്ങുന്നൊരു ലഡുവിനെക്കാട്ടും കുറച്ചുകൂടി ഒരു വലിയൊരു വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം ശർക്കരപ്പാനി ആയതുകൊണ്ട് വേഗം നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഗ്രേറ്റ് ചെയ്ത ശർക്കരയാകുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ നമുക്ക് കുറച്ച് ഒരു നനവ് വേണമല്ലോ. അപ്പം വേറെ വെള്ളമായിട്ടൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ദിവസം എന്തായാലും ഒരു 7 ദിവസത്തേക്കാണല്ലോ നമ്മൾ 7 അല്ലെങ്കിൽ 14 അങ്ങനെ ഒരു ദിവസത്തേക്കാണല്ലോ നമ്മൾ മരുന്നുകളൊക്കെ കഴിക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇത്ര എണ്ണം ഏകദേശം ഉരുട്ടിയെടുക്കാം. ഒരു 11-12 ആ ഒരു ഏകദേശം കണക്കുണ്ടാവും ഈ ഒരു ഉണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാതെ ഓരോ ദിവസം ഓരോന്നായിട്ട് കഴിക്കുക. കൂടെ ഉലുവക്കഞ്ഞിയും കൂടെ കുടിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഉലുവക്കഞ്ഞിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് പോയി കാണുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.